നമസ്കാരം പ്രിയപ്പെട്ടവരെ. ജ്ഞാനകർമ്മ സന്യാസയോഗം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനിഹ തത്വദർശിനഃ. തത്വദർശികളായ ജ്ഞാനികൾ നമുക്ക് തത്വജ്ഞാനത്തെ ഉപദേശിച്ചു തരും. അഹങ്കാരത്തിൻ്റെ വഴിയിൽ ജ്ഞാനം നേടുക ശ്രമകരമായിരിക്കും. വിനയവും സേവനവും സത്യാന്വേഷണവും ഒക്കെയാണ് ശിഷ്യനു വേണ്ട ഗുണങ്ങൾ. ഇത്തരം ഗുണവിശേഷങ്ങളുള്ളവർ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് ജ്ഞാനമാർഗം സ്വീകരിക്കേണ്ടതാണ്. യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതന്യശ്രേണ ദൃക്ഷ്യസ്യാത്മനി അഥോമയി. ആത്മസാക്ഷാത്കാരം നേടിയ ഗുരുവിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആരും മായക്ക് അധീനമാവുകയില്ല. മായ എന്ന വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. മാ എന്നാൽ ഇല്ലാത്ത എന്നാണ് അർത്ഥം. യ എന്നാൽ യാതൊന്നും. എന്താണോ ഇല്ലാതെ അത് ഉണ്ടെന്ന് തോന്നലാണ് വാസ്തവത്തിൽ മായ. അതുകൊണ്ടാണ് ഈ മായയിൽ പെടുന്നതുകൊണ്ടാണ് സർവ്വജീവികളും പരമപുരുഷൻ്റെ അംശങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമാവാത്തത്. ഇവിടെ അർജുനനും അതാണ് സംഭവിക്കുന്നതെന്ന് കൃഷ്ണൻ സൂചിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ പ്രാണികളെയും സമ്പൂർണ്ണ രീതിയിൽ ആത്മാവിൽ ദർശിക്കാൻ കഴിയും ഈ ഒരു മായ നീങ്ങിക്കഴിഞ്ഞാൽ. അതിന് നമുക്ക് ആത്മബന്ധത്തെക്കാൾ അർജുനൻ ബന്ധുക്കളോടുള്ള ക്ഷണികമായ ശാരീരിക ബന്ധത്തെയാണ് മാനിക്കുന്നത്. അത് മായ കൊണ്ട് തന്നെയാണ് എന്നാണ് കൃഷ്ണൻ അർജുനനെ ബോധ്യപ്പെടുത്തുന്നത്. അപി ചേതസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സംതരിഷ്യസി. പാപികളിൽ വെച്ച് മഹാപാപിയാണെങ്കിലും അതീന്ദ്രിയജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ എളുപ്പം സാധിക്കും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കു പോലും നിഷ്കാമഭാവത്താൽ അഥവാ യജ്ഞജീവിതത്താൽ ശ്രേഷ്ഠനായിത്തീരും. ജ്ഞാനമാകുന്ന നൗക പാപസമുദ്രത്തിൽ നിന്ന് നമ്മെ കരകയറാൻ സഹായിക്കും. എല്ലാറ്റിനും വഴിയുണ്ട്. കൃഷ്ണൻ ഒരു ആധ്യാത്മിക വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിനാൽ അദ്ദേഹം ജീവിതത്തെ പരിപൂർണമായും സ്വീകരിക്കുന്നു. ജീവിതം ക്ലേശം മാത്രമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ക്ലേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്ന് നിലവിലുണ്ട്. നമ്മെ ജീവിതത്തോട് പിടിച്ചു നിർത്തുന്നത് അതാണ്. ധാരാളം മുറിവുകളും വേദനകളും അവിടെയുണ്ടെങ്കിലും ജീവിതത്തോട് നമ്മെ നന്നായി കൂട്ടിക്കെട്ടുന്ന എന്തോ ഒന്ന് ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ജീവിതം ശമനമില്ലാത്ത ക്ലേശമാണെന്ന് പറയുന്നത് സത്യമല്ല. പിന്നെന്താണ് സത്യം? ജീവിതം ആനന്ദവും ദുഃഖവും രണ്ടുമാണെന്നതാണ് സത്യം. ഓരോ ആനന്ദവും ദുഃഖം കലർന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ ആനന്ദവും ദുഃഖം കലർന്നതാണ്. പിന്നെയും ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴാണ് സുഖം ദുഃഖമായി മാറുന്നതെന്നും ദുഃഖം സുഖമായി മാറുന്നതെന്നും അറിയുക ശ്രമകരമായിരിക്കും. അഥവാ അവ വാസ്തവത്തിൽ രൂപഭേദം വന്ന ഒന്നാണ്. ഈ ദുഃഖം തന്നെയാണ് സുഖം, സുഖം തന്നെയാണ് ദുഃഖം. അതിൻ്റെ രൂപമാറ്റങ്ങളാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവ തമ്മിലുള്ള വ്യത്യാസം ഒരു ഊന്നലിൻ്റേതു മാത്രമാണ്. ഒരു ഊന്നലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇന്നലെ ആനന്ദമെന്ന് തോന്നിയിരുന്നത് ഇന്ന് ക്ലേശമായി അനുഭവപ്പെടും. ഇന്ന് ക്ലേശമായി തോന്നുന്നത് നാളെ ആനന്ദമായി മാറും.
ഇതാണ് ജീവിതത്തിൻ്റെ രീതികൾ. വളരെ വിചിത്രമാണ് ഈ ജീവിതത്തിൻ്റെ ഈ സംഗതികൾ. എൻ്റെ ആനന്ദം നിങ്ങളുടെ ആനന്ദമായിരിക്കാൻ ഇടയില്ല. ഒരാൾ ആനന്ദിക്കുന്നതിന് മറ്റൊരാൾക്ക് ആനന്ദമാകണം എന്നില്ല. ഒരാളുടെ ക്ലേശം മറ്റൊരാൾക്ക് ക്ലേശമാകണമെന്നില്ല. ഇന്നത്തെ എൻ്റെ ആനന്ദം നാളത്തെ എൻ്റെ ആനന്ദമായി ഇരിക്കണമെന്നുമില്ല. ഇന്നെനിക്ക് ആനന്ദം തരുന്ന ഒരു സംഗതി നാളെ എനിക്ക് ആനന്ദമാകണമെന്ന്. ഒരു ചെറിയ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടുന്നത് വലിയ ആനന്ദമുള്ള കാര്യമാണ്. അതേ ആൾ വൃദ്ധനായാൽ ആൾക്ക് ആ കളിപ്പാട്ടം കിട്ടുന്നത് കൊണ്ട് നേരത്തെ അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ കിട്ടിയ ആനന്ദം കിട്ടണം എന്നില്ല. സ്വാഭാവികമായും കിട്ടുകയില്ല. ആനന്ദവും ക്ലേശവും ആകാശത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളെ പോലെയാണെന്ന് പറയും. ആനന്ദവും ക്ലേശവും നിലവിലുണ്ട് എന്ന് അറിയുക, അതാണ് ശരിയായ അറിവ്, ശരിയായ ജ്ഞാനം. അവയെ രണ്ടെന്ന് വിളിക്കുന്നത് തെറ്റാണ്. ഇത് രണ്ടും രണ്ടല്ല. ഇതാണ് ശരിയായ ആധ്യാത്മിക ജ്ഞാനം. നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹ നമസ്കാരം.